ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എനിക്കറിയാം, എന്താണ് ഉണ്ണിമോൻ ഇതിലെ റോൾ എന്നൊരു ചോദ്യമായിരിക്കും ഇത് പലർക്കും ചോദിക്കാനുള്ളത്. മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ആദ്യമേ ഞാൻ പറയാം, സുമതി വിളവിന്റെ ഷൂട്ടിന് മുന്നേ ഒരു ദിവസം മുരളിച്ചേട്ടൻ എന്നെ പേഴ്സണലി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചെറിയ പ്രശ്നമുണ്ട്, എന്താന്ന് ചോദിച്ചു. എന്നെ ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിനെ എന്തോ ചോദിച്ചാൽ പറഞ്ഞു, വിഷ്ണുവിനെ വെച്ച് പടം ചെയ്തെന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല. ഇന്ന് ഈ പ്രസ് മീറ്റ് ഇത് 1 മണിക്ക് നടത്തുമെന്നുള്ളത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം നിങ്ങളെയൊക്കെ അറിയിച്ചിരുന്നു. എല്ലാത്തിലേക്കും പോയി. രാവിലെ 8 മണിക്ക് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾക്ക് മുരളിച്ചേട്ടൻ കോൾ ചെയ്തു, നാളെ ഈ പ്രസ് മീറ്റ് നടത്തിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ അതിന് കൗണ്ടർ പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുന്നേ അതിന്റെ തലേന്ന് അദ്ദേഹത്തിന് പരിചയമുള്ള തളിപ്പറമ്പിലുള്ള ഒരു CA അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസ് മീറ്റ് കൊടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താ സർക്കാർ വെച്ചാൽ പുള്ളി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ന്യൂസ് വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, അല്ലാതെ എനിക്കറിയില്ല, ഇത് മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, സാർ ആരും വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ പ്രസ് മീറ്റ് പോകും, ഞങ്ങൾക്ക് അതിന് ഒരു ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മുതൽ നടക്കുന്ന ഈ PR-ല് ഉണ്ണിമോഹനാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ എത്രയോ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഈ സുമതികളുമായി ബന്ധപ്പെട്ട ഇതിന്റെ തുകയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത കമ്പനിയുണ്ട്, അവരുമായിട്ട് നിങ്ങൾ തരുന്നോ? ഇത് എത്ര രൂപയ്ക്ക് തിയേറ്ററിൽ ഷെയർ വന്നിട്ടുണ്ട്? ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ട്രെയിനിലേക്കാണ്, സുൽത്താനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഇരുന്നിട്ട് ഫൈനൽ കണക്ക് വരുന്നതിന് മുന്നേ, അതായത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഇരുന്ന സമയത്ത് അന്ന് തിയേറ്റർ ഷെയർ എന്ന് പറയുന്നത് 9 കോടി രൂപയ്ക്ക് അടുത്തായിരുന്നു. തിയേറ്റർ ഷെയർ, ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ ഷെയർ ആണ് പറയുന്നത്, ഗ്രോസ് അല്ല പറയുന്നത്. പ്രൊഡ്യൂസർ ഷെയർ, പ്രൊഡ്യൂസറിന് കിട്ടുന്ന പൈസ പ്ലസ് C5-നാണ് ഈ പടത്തിന്റെ OTT സെയിൽ ചെയ്തിരിക്കുന്നത്. 3 കോടി 60 ലക്ഷം 7 ലക്ഷം സംതിങ്ങിനാണ് OTT മാത്രം, സാറ്റലൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. 1.5 കോടി രൂപ ഓവർസീസ് ആദ്യം വാങ്ങിച്ചു കൊടുത്തിരുന്നു. പിന്നെ ആ പടം ഓടിയതിനു ശേഷം ആ പൈസ അവര് തന്ന പൈസ എടുത്തതിന് ശേഷം വന്ന പ്രോഫിറ്റ് ഏകദേശം ഒരു 60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിന് പോയിട്ടുണ്ട്, മുരളിച്ചേട്ടന് പോയിട്ടുണ്ട്. അതല്ലാതെ മ്യൂസിക് റൈറ്റ്സ് 60 ലക്ഷം രൂപ. അങ്ങനെ നോക്കിയാൽ തന്നെ ഏകദേശം 15 കോടി രൂപയ്ക്ക് അടുത്താണ് ഈ പടത്തിന്റെ ബിസിനസ് ആയിട്ട് വന്നിരിക്കുന്നത്, പ്രൊഡ്യൂസർ ഷെയർ അടക്കം വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹം ഈ പടത്തിന് 22 കോടി രൂപ ബഡ്ജറ്റായി എന്ന് പറയുന്നത്. അപ്പൊ 22 കോടി രൂപ ബഡ്ജറ്റ് എവിടെ, എങ്ങനെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഉത്തരവില്ല. രണ്ടാമത്തെ കാര്യം, ഈ പടത്തിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു ടെക്നീഷ്യനോ ഒരു ആർട്ടിസ്റ്റിനോ പൈസ കൊടുത്ത് തീർത്തിട്ടില്ല. അതിനെതിരെ കേസുണ്ട് അദ്ദേഹത്തിനെതിരെ. തമിഴ്നാട്ടിൽ നിന്ന് രാക്ഷസൻ എന്നുള്ള സിനിമ ചെയ്ത സിനിമാറ്റോഗ്രാഫറാണ് ഈ സിനിമയ്ക്ക് ക്യാമറ ചെയ്യാൻ വന്നിരുന്നത്. അദ്ദേഹം കേസ് ഫയൽ ചെയ്ത പേപ്പറാണിത്. അദ്ദേഹത്തിനെതിരെ 12 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. ഇതിന്റെ CG വർക്ക് ചെയ്തിരിക്കുന്നത് ഐഡൻ ലാബ്സ് എന്ന് പറയുന്ന മലയാളത്തിലെ എല്ലാ പടത്തിനും ചെയ്യുന്ന ശരത് വിനു, അവരാണ് ചെയ്യുന്നത്. 29 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. അവർ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട. ഇദ്ദേഹം ഒരു ചെക്ക് കൊടുത്തു. ആ ചെക്ക് എപ്പോൾ ഇട്ടോളാൻ പറഞ്ഞു. ഇപ്പോൾ എപ്പോൾ വിളിച്ചിട്ട് ചേട്ടാ നാളെ കിട്ടെ, ഇല്ല 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 1 വർഷമാണ്. CG ചെയ്ത ആളുകളാണ്. അതായത് സാധാരണ CG ചെയ്ത് ഒരു ഔട്ട് കൊടുക്കണമെങ്കിൽ അവർ സെറ്റിൽ ചെയ്യണം. മലയാള സിനിമ ഏത് ടെക്നീഷ്യനോടും അല്ലെ ഏത് പ്രൊഡ്യൂസറോടും വെച്ചാൽ അറിയാം, ഒരു സിനിമയുടെ ഔട്ട് ചെയ്തതിന് മുമ്പേ എല്ലാവരെയും സെറ്റിൽ ചെയ്യണം. സുമതിവിള എന്നൊരു സിനിമ മാത്രമാണ് അന്ന് ഇവരൊക്കെ വിളിച്ച് പേഴ്സണലി ഞാനും വിഷ്ണു സംസാരിക്കുകയും, ഞങ്ങളുടെ സൗഹൃദ വലയത്തിലാണ് ഇവരെല്ലാം. സൗഹൃദത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇവരോടൊക്കെ സംസാരിക്കുകയും ഇത് ചെയ്തു കൊടുത്തത്. പക്ഷെ ആ സൗഹൃദമൊക്കെ ഇന്ന് ഞങ്ങളോട് ദേഷ്യമായിട്ടിരിക്കുക. ഇന്നലെ തൊട്ട് ഈ നിമിഷം വരെ ഇങ്ങനെ ന്യൂസ് വന്നിട്ട് ഇതിൽ ഈ ചില സിറ്റുവേഷനിലാണല്ലോ നമ്മൾ സുഹൃത്തുക്കളെ മനസ്സിലാക്കുന്നത്. എനിക്കും വിഷ്ണുവിനും വന്ന വിളികളിൽ എത്ര സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, അല്ലെ ആരൊക്കെ ഉണ്ടായിരുന്നു മനസ്സിലായ ഒരു മൊമെന്റ് ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം. ശരിക്കും പറഞ്ഞ ഒരു തിരിച്ചറിവുന്ന ദിവസം കഴിഞ്ഞ 2 ദിവസം. പക്ഷെ ജീവിതത്തിലൊരു വലിയ ലൈഫിൽ ചില ലെസൺ ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു മൊമെന്റ് ആണ് 2 ദിവസം. അപ്പൊ ഈ പല ആളുകളോടും ഇത് സംസാരിച്ച് ഈ പടത്തിന് വേണ്ടി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം, പടം ഇറങ്ങിയിട്ട് നമ്മൾ തരാം എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഇവർ വിളിച്ച ഫോൺ പോലും എടുക്കാറില്ല. ഇന്നലെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, സൈജു കുറുപ്പ് വിളിച്ച് പറഞ്ഞു എനിക്ക് ശമ്പളം വേണ്ട എന്ന് പറഞ്ഞത്. ഞാൻ സഹിച്ചേട്ടൻ അതിന്റെ റിയാക്ഷൻ അയച്ചപ്പോൾ പുള്ളി കണ്ണ് തള്ളി ഒരു ഇമോജി എനിക്ക് അയച്ചു. പുള്ളി എന്നെ വിളിച്ചിട്ട് എത്രയോ തവണ ഇദ്ദേഹത്തെ വിളിക്കും, സാരാം സഹിച്ചു എന്ന് പറയും. സഹിച്ചേട്ടൻ എന്നെ അവിടെ വിളിച്ചപ്പോൾ ഞാൻ പ്രാക്ടിക്കലി എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു. സഹിച്ചേട്ടൻ ഇതാണ്,
ഈ പറയുന്ന തിയേറ്ററിൽ നിന്ന് ഷെയറൊക്കെ വന്ന് ഇതൊക്കെ കണക്ക് സെറ്റിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സഹിച്ചുകൊണ്ട് എന്നാൽ പിന്നെ കുഴപ്പമില്ല മുത്തേ, ഫുള്ള് സ്ഥിരം പരിപാടിയാണ് മുത്തേ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അർജുൻ്റെ മാനേജർ സൈഡിൽ നിന്ന് അർജുൻ എപ്പോഴും വിളിക്കും, ഇദ്ദേഹം ഫോണിലില്ല. ബാലുവിൻ്റെ സൈഡിൽ നിന്ന് വിളിക്കും. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഈ പ്രസ് മീറ്റ് നടത്തി കഴിഞ്ഞാൽ ഇവരാരും അദ്ദേഹത്തിൻ്റെ തിരിയരുത്, അവരെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ മാത്രമാണ് അവരെ ദ്രോഹിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഉണ്ണിമൂന്നൻ ആണ് മാളികപ്പുറം സംവിധാനം ചെയ്തത്. അത് മിക്സിംഗ് സ്റ്റുഡിയോയിൽ നിങ്ങളെന്നോടത്ത് മിക്സിംഗ് സ്റ്റുഡിയോയിൽ വിഷ്ണു ചെന്നിട്ടില്ല, ഉണ്ണിയാണ് മുഴുവൻ ഇരുന്നത്. അതിന്റെ തെളിവ് MR രാധാകൃഷ്ണൻ, നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തിന് അദ്ദേഹം സിനിമ എല്ലാം മിക്സ് ചെയ്യുന്നത്, അദ്ദേഹം അതിന് തെളിവുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ ലൈവായിട്ട് രാജേട്ടനെ വിളിക്കാം. ഈ രാജേട്ടൻ ആണ് സുമൃതോ മിക്സ് ചെയ്തത്. രാജേട്ടൻ, ഞാൻ പ്രസ് മീറ്റിലാണ്. രാജേട്ടാ, ഇന്ന് രാവിലെ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് വിഷ്ണു ശശിശങ്കർ, ഇന്ന് രാവിലെ വിഷ്ണു ശശിശങ്കർ മിക്സിംഗിൽ ഇരുന്നിട്ടില്ല, ഉണ്ണിമൂന്നനാണ് ഫുൾ പടം മിക്സ് ചെയ്തത്. വിഷ്ണു ഡയറക്ടർ വിഷ്ണുവിനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, അത് ഉണ്ണി വന്നത് ആ ഫൈറ്റ് സീക്വൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഫൈറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, അത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉണ്ണിയാണ് വന്നത്. അല്ലാതെ ഉണ്ണി പടം കാണുമ്പോൾ എന്റെ കൂടെ ഇരുന്നിട്ടില്ല. ശരിക്കും ലാസ്റ്റ് ആ ഒരു പോർഷൻ, ആ ഫൈറ്റിന്റെ ഭാഗം മാത്രം ഉണ്ണി എന്റെ കൂടെ ഇരുന്നു. ബാക്കി കംപ്ലീറ്റ് വിഷ്ണുവിനെ ഫൈനൽ കോൾ ആക്ച്വലി. ഓക്കെ ചേട്ടാ, ഞാൻ വിളിക്കാം. അങ്ങോട്ട് വന്നു, മറ്റേ ഫൈറ്റിന്റെ പോർഷൻ മാത്രം എന്റെ കൂടെ ഇരുന്നു, അത്രയല്ല. അത് കാരണം പുള്ളി അത്രയും ഫൈറ്റ് അത്ര ചെയ്തൊന്നും ഇതുണ്ടായിരുന്നു, ഐഡിയാസ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി മാത്രം എന്റെ കൂടെ ഇരുന്നുണ്ടായിരുന്നു. പിന്നല്ല അത് ഫുൾ ടൈം, അതിന് ഇതിന് അറിവുകൾ അനുഭവത്തിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങളെ കേൾപ്പിച്ച വേറൊന്നുകൊണ്ടല്ല, ഇത് നിങ്ങൾ ഇന്ന് പലരും ഇതാക്കി ഇട്ടേക്കുന്ന ഞാൻ കണ്ടു, കാട്ടാക്കി ഇട്ടേക്കുന്ന കണ്ടു. അതായത് വിഷ്ണുവിന്റെ സംവിധാനമല്ല, മിക്സിംഗ് ചെയ്ത പോലും ഉണ്ണിമൂന്നൻ ഇരുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം എനിക്കറിയാം, എന്താണ് ഉണ്ണിമൂന്നൻ ഇതിലെ റോൾ എന്നൊരു ചോദ്യമായിരിക്കും ഇതിൽ പലർക്കും ചോദിക്കാനുള്ളത്. ആദ്യമേ ഞാൻ പറയാം, സുമതിയുള്ളതിന്റെ ഷൂട്ടിന് മുന്നേ ഒരു ദിവസം മുരളിച്ചേട്ടൻ എന്നെ പേഴ്സണലി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ചെറിയ പ്രശ്നമുണ്ട്, എന്താണെന്ന് ചോദിച്ചു. എന്നെ ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിനെ എന്തോ ചോദിച്ചാൽ പറഞ്ഞു, വിഷ്ണുവിനെ വെച്ച് പടം ചെയ്തെന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നാളെ നിൽക്കേണ്ടുള്ളൂ, നിങ്ങൾക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്, ഉണ്ണി മാത്രമല്ല സിനിമ അഭിനയിച്ചിരുന്നത്, സൈജു ചേട്ടനുണ്ട്, വർക്ക് ചെയ്ത് എത്രയോ ടെക്നീഷ്യന്മാരുണ്ട്, അവരെ വിളിച്ചു വെച്ചതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് 1-2 പേരെ വിളിച്ചു കൊടുക്കുകയും, അപ്പം പുള്ളി തന്നെ അന്ന് എൻ്റെ അടുത്ത് ഇത് അസൂയയുടെ പുറത്തുള്ളതാണെന്നും മറ്റെന്തോ ഒരു വേർഡ് ഉപയോഗിച്ചു, ഇത് പറഞ്ഞിട്ടാണ് ഇത്. അന്ന് അദ്ദേഹത്തെ മറ്റൊരാളും കൂടെ വിളിച്ചിരുന്നു ഈ സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ പുറകെ പറയാം. അപ്പൊ അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോഴൊക്കെ വിഷ്ണു ശശിശങ്കരനെ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഉണ്ണിമൂന്നൻ ഇന്നലെ മിനിഞ്ഞാന്നു അദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് അതൊരു നല്ല കാര്യമാണ്, കാരണം ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ഉണ്ണിമൂന്നൻ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ വലിയ മനസ്സാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിന്റെയും മാർക്കോടെയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്, അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട്, അവരുടെ വീട്ടിൽ ചെല്ലണം. അത് ഉണ്ണി അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര ഓടിക്കുന്ന ചെന്നായ്ക്കുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണിമൂന്നല്ല, വേറെ ആളുകളുണ്ട്. ഉണ്ണിമൂന്നന്റെ വിഷയം ഞാൻ കേട്ടത്. അതിനുശേഷം വിഷ്ണു ശശിശങ്കറിന്റെ കുറച്ചു നേരം വിഷ്ണു പറയാൻ വന്ന വിഷയം, അത് വിഷ്ണുവിന്റെ ഒരു തമിഴ് പടം ഓണായി. വിഷ്ണു അത് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തിരുന്നു, അതിന്റെ പൂജ നടന്നിരുന്നു, ഞാനും അത് ഷെയർ ചെയ്തിരുന്നു. ആ പൂജ കഴിഞ്ഞ് ആ ന്യൂസ് പുറത്തു വന്ന 2-ാം ദിവസം അതിന്റെ പ്രൊഡ്യൂസറിന്റെ ഫോണിലേക്ക് ഈ പറയുന്ന മുരളി കുന്നംപുറത്തിന്റെ മെസ്സേജ് പോയി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ്, നമ്മുടെ ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ സംവിധായകനെ വെച്ച് സിനിമ ചെയ്യരുത്, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, ഇയാൾ കാരണം എൻ്റെ കഴിഞ്ഞ പടം ഒരുപാട് പൈസ പോയി, അതിന്റെ തെളിവ് വേണമെങ്കിൽ അതിന്റെ മുന്നത്തെ പടത്തിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, അതായത് 2 പ്രൊഡ്യൂസേഴ്സാണ്, ആൻഡോ ചേട്ടനും വേണുചേട്ടനും, അതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറിനെ വേണുചേട്ടനാണ് പറയുന്നത്, വിളിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹീറോയെ വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ വീഡിയോ പുറത്തു വന്നത് 2 ദിവസം മുന്നെയാണ്. രക്ഷകനെ പോലെ ഇന്നലെയും പിടിഞ്ഞാന്ന് വേണ്ടി ഇവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ പുള്ളിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന് 1 മാസം മുന്നേ
വിഷ്ണുവിന്റെ പ്രൊഡ്യൂസറിന് ഇവരോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമാണ്. കൃത്യമായ പ്ലാനിങ് വ്യക്തമാണ്. ഇത് ഏത് വഴിക്കാണ്, എങ്ങനെയാണ് നിങ്ങളത് പറയാനുള്ളത്. ഇന്നലെ വേണു കുന്നപ്പള്ളി സാറിന് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വിഷ്ണുവിന് എനിക്ക് പണിയറിയില്ല, പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ കുഴിയിൽ ചാടിക്കുന്നു, ഇങ്ങനെ കോമൺ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിട്ട സമയത്ത് ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിനു മുന്നേ അതായത് ഇന്റർവ്യൂസ് ഒക്കെ അറിയാം. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പണി അറിയില്ലെങ്കിൽ എന്നെ വെച്ച് ഞാൻ 6 പടം ചെയ്തതിൽ 3 പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. 2 പ്രൊഡ്യൂസേഴ്സ്, ആൻഡോ ചേട്ടനും വേണു ചേട്ടനും. ഞാൻ ഈ 3 പടവും ചെയ്തേക്കുന്ന ഒരേ ഒരാൾക്ക് വേണ്ടിയാണ്, ആൻഡോ ചേട്ടന് വേണ്ടിയാണ്. എന്തൊക്കെ എന്നെ സിനിമയിലേക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുകയും എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആൻഡോ ചേട്ടൻ. ആൻഡോ ചേട്ടനോട് മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് ഇദ്ദേഹം ഉള്ളപ്പോൾ സിനിമ ചെയ്യാൻ താല്പര്യമില്ല. കാരണം അനാവശ്യമായി സിനിമകളിൽ കയറി ഇടപെടുകയും തനിക്ക് എല്ലാം അറിയാം എന്നൊരു ചിന്തയും കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് വേണു ചേട്ടൻ. അദ്ദേഹത്തിന് എന്നോടുള്ള പ്രശ്നം തുടങ്ങിയേക്കുന്നത് ഇവിടെ നിന്നൊന്നുമല്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നു. നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആൻഡോ ചേട്ടനെയാണ് എനിക്കന്ന് അറിയുന്നത്, വേണു ചേട്ടനെ എനിക്ക് അറിയില്ല. വേണു ചേട്ടൻ അതിനിടയിൽ എപ്പോഴുമാണ് ഒരു ദിവസം കണ്ടിട്ടുള്ളത്. ആ പടം കോവിഡ് സമയത്ത് ഇറങ്ങുന്നു. അതിനുശേഷം നെറ്റ്ഫ്ലിക്സിൽ ആ പടം വലിയ ട്രെൻഡിങ് ആവുന്നു. ഇന്നും കേരളത്തിന് പുറത്തു പോയാൽ മാളികപ്പുറത്തേക്കാൾ കൂടുതൽ എന്നെ ആളുകൾ സംസാരിക്കുന്ന നൈറ്റ് ഡ്രൈവിനെ പറ്റി. അപ്പോൾ ആ സിനിമയുടെ ഒരു എഴുത്തുകാരനെ മോശം, കഥ മോശമാണെങ്കിൽ ആ സിനിമയുടെ റീമേക്ക് വെച്ച് ഹിന്ദിയിൽ വീനസ് എന്ന കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റോറി റീമേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവരിത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ തെലുങ്ക് പോയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് അതിന്റെ തെലുങ്ക് പോയി. കഥ മോശം. ഓക്കെ, അപ്പം ആദ്യത്തെ പടം ആസ് എ റൈറ്റർ ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞാൻ മോശം റൈറ്റർ ആണെങ്കിൽ, എന്റെ 2ാമത്തെ പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡോ ചേട്ടനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ്. അന്നും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമല വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്ത് അദ്ദേഹം വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും മാറ്റിയെടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണി മുന്നിനെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാനും വിഷ്ണു പറഞ്ഞു ഒരിക്കലും നടക്കില്ല. കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഭയങ്കര റിയാലിറ്റി, അത് റിയലിസ്റ്റിക് ആണ്. ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുന്നുള്ള വാശിയിൽ ഞങ്ങൾ നിന്നു. അന്ന് അദ്ദേഹത്തിന് അതൊരു വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല വേദികളിലും അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തെ ഒരു വളരെ ചെറിയ പടമാണ്. അത് ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ല, ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ വരെ സംസാരം വന്നപ്പോൾ ഞാൻ ചോദിക്കുന്ന ഉണ്ണിമൂന്ന് സ്റ്റാറിലുള്ള ആളെ വെച്ച് പടം ചെയ്യാനുള്ളതാണ്. ഞാൻ ഉണ്ണിയുടെ പണം ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഉണ്ണിയെ കണ്ടപ്പോൾ പണം ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. ഉണ്ണിക്ക് 1.5 വർഷം ഡേറ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ മുതൽ നടക്കുന്ന ഈ PR-ല് ഉണ്ണിമൂന്നാണ് സംവിധാനം ചെയ്തെന്നുള്ള രീതിയിലുള്ള PR അദ്ദേഹത്തിന്റെ എത്രയോ ഗ്രൂപ്പുകളിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളിൽ വന്നിട്ട് പോലും ഇന്ന് ഈ മൊമെന്റിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഓൾറെഡി FK-യിലെ അസോസിയേഷനിൽ റൈറ്റേഴ്സ് യൂണിയൻ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, വിഷ്ണു കൊടുത്തിട്ടുണ്ട്, വിജീഷ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിന്റെ നിയമ നടപടികളിലേക്കുള്ള കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ വീഡിയോക്കെതിരെയും അദ്ദേഹം പബ്ലിക് പ്ലേസിലേക്ക് ഞങ്ങളെ പേരെടുത്ത് പറഞ്ഞാണ് അധിക്ഷേപിച്ചത്. പക്ഷെ അതിന് മുന്നേ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോൾ മനസ്സിന് പ്രശ്നം നമ്മളെന്തോ മറ്റേ കോടതിയിൽ കേസിന് പോകുന്നല്ല. ഇതിലാദ്യം പ്രസ് മീറ്റൊക്കെ വീട്ടിൽ ഇറങ്ങി എനിക്കാണ് അതാ പറഞ്ഞത്. ഈ പടത്തിന് ഇപ്പൊ അടുത്ത ഒരു പടം സാമ്പത്തിക നഷ്ടമാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അത് കവർ ചെയ്ത് അടുത്തൊരു പണം ചെയ്തിട്ടാണ്. അപ്പൊ അടുത്തൊരു പണം ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് ഫണ്ട് വരും. ഇദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയുന്നു. ഒരു സിനിമ എടുക്കുന്നു, അതിന് കുറെ പേരുടെ ഫണ്ട് വാങ്ങിക്കുന്നു, ഇത് പടം പൊട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു, അടുത്ത പടം ചെയ്യുന്നു, അടുത്ത പടത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ അദ്ദേഹം ഇട്ട വീഡിയോ അദ്ദേഹം ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാറുണ്ട്. ഒരുപാട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിന് വൈകിട്ട് പൈസ ചോദിക്കും? ഒരാളും ചോദിക്കില്ല. പേടിയാണ്. കാരണം ഇനി എന്തെങ്കിലും ചെയ്താൽ അത് നമ്മുടെ തലയിൽ വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് പൈസ കൊടുത്ത ആളുകൾ മുന്നോട്ട് വരട്ടെ. ഇദ്ദേഹം ഈ പടത്തിന് വേണ്ടി
എൻ്റെ അറിവിൽ കാനഡയിൽ ഒരു ടീമിൻ്റെ 2 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു ദിവസം എന്നെ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു, ഈ വീട് അദ്ദേഹത്തിന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്ന അഭിലാഷ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് കുടുംബമാണ്, ഞാൻ കാനഡ ജീവിക്കണം, ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല, പുള്ളി എപ്പോൾ കിട്ടുന്നെങ്കിൽ തരട്ടെ, അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഇദ്ദേഹം കുറേ കാര്യം ഫാബ്രിക്കേറ്റ് ചെയ്യും സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ മറ്റു ചില വീഡിയോസ് ഉണ്ട് ഇതേപോലെ തന്നെ കരയുന്ന സമയത്ത്. ഇന്ന് ഈ പ്രസ് മീറ്റ് ഇത് 1 മണിക്ക് നടത്തുമെന്നുള്ളത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം നിങ്ങളെയൊക്കെ അറിയിച്ചിരുന്നു. എല്ലാത്തിലും പോയി രാത്രി 8 മണിക്ക് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മുരളിച്ചേട്ടൻ കോൾ ചെയ്തു, നാളെ ഈ പ്രസ് മീറ്റ് നടത്തിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു, ഞങ്ങൾ അതിന് കൗണ്ടർ പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുന്നേ അതിന്റെ തലേന്ന് അദ്ദേഹത്തിന് പരിചയമുള്ള തളിപ്പറമ്പിലുള്ള ഒരു CA അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രസ് മീറ്റ് കൊടുക്കാൻ പാടില്ല. എന്ന് ചോദിച്ചാൽ എന്താ സാർ കാര്യം വെച്ചാൽ പുള്ളി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ന്യൂസ് വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്താലും. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ലാതെ എനിക്കറിയില്ല, ഇത് മേളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു, സാർ ആരും വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ പ്രസ് മീറ്റ് പോകും, ഞങ്ങൾക്ക് അതിന് ഒരു ദിവസം സമയം വേണമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സൈഡ് നിങ്ങളെന്ന് പറയുന്നത് ഞാൻ മീഡിയയ്ക്ക് മുന്നിൽ മീഡിയ അറിയിക്കുന്നതല്ല, നിങ്ങളിലൂടെ ജനങ്ങൾ അറിയും. കാരണം നിങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്. ഒരുപാട് വിഷമമുണ്ട്. കാരണം ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കുടുംബം കുട്ടികളൊക്കെ ഉണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവരച്ഛനെ വിശ്വസിക്കുമെങ്കിലും നാളെ അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ അച്ഛനെ പറ്റി ന്യൂസ് കണ്ടല്ലോ എന്നൊക്കെ മറ്റേ കുട്ടികൾ അവർക്ക് സങ്കടമായിരിക്കും. അദ്ദേഹത്തിനും കുടുംബമുണ്ട്, ഈ പറയുന്ന മുരളിച്ചേട്ടനും കുടുംബമുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയൊക്കെ ഞങ്ങൾക്കറിയാം. ഈ വീഡിയോ പുറത്തു പോകുമ്പോൾ ആ കുട്ടികൾക്കും പ്രശ്നമാണ്. അദ്ദേഹം അബദ്ധത്തിൽ ചെയ്തൊരു സാധനമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിനെ അദ്ദേഹത്തിന് ചെറുക്കാൻ വേണ്ടി ഞാൻ അടുത്ത ദിവസം പറയാം, ചേട്ടാ ഒരു പോസ്റ്റ് ഇടാൻ, ഒരു പഴയ വീഡിയോ അബദ്ധത്തിൽ അപ്ലോഡ് ചെയ്യാൻ ആരും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടാൻ പറയുന്നു. അന്ന് എനിക്ക് തോന്നുന്നു പുള്ളി പോലീസിൽ അറിയിച്ചതെന്ന് തോന്നി, ഈ വീഡിയോ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്ന് ഇവിടുത്തെ പല മീഡിയാസും ആ വീഡിയോ ആണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. താങ്ക് യു, നിങ്ങളൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷം.